ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ ആരെയും അമ്പരപ്പിക്കാൻ പോകുന്നവയാണ്. പല കുടുംബങ്ങളും ഇന്ന് ഭീതിയിലും ഉത്കണ്ഠയിലുമാണ് കഴിയുന്നത്. സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും പരസ്പരം സംശയിക്കേണ്ട ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അല്പം പോലും ദൈവഭയമില്ലാതെ സ്വാർത്ഥതയിലെ എന്തും ചെയ്യാൻ മടിക്കാത്ത, ലഹരികൾക്കും ആസക്തികൾക്കും അടിമകളായിരിക്കുന്ന, കൈവിട്ടു പോകുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിൽ നാം കാണുന്നത്. ആരോടും സ്നേഹമില്ല, ആരെയും പ്രത്യേകിച്ച് ആരോടും ബഹുമാനമില്ല, കടപ്പാടില്ല, അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധതയുമില്ല. നമുക്കറിയാം, കുടുംബം ഒരു ഗാർഹിക സഭയാണ്. എന്നാൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പോലും കടന്നു വരുവാൻ മടിക്കുന്ന, ഭയക്കുന്ന ധാരാളം യുവതി യുവാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കറിയാം, ആദ്യ പെന്തക്കോസ്ത അനുഭവത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ജനങ്ങൾ കേൾക്കെ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അത് കേട്ടവർ ആദ്യം സംശയിച്ചു, ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരിയിലായിരിക്കുന്നു എന്ന്. എന്നാൽ ഈ പരിശുദ്ധാത്മ ലഹരിയാണ് അവരെ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനും, മറ്റുള്ളവരെ കൊല്ലുവാനല്ല, സ്വയം കൊല്ലപ്പെടുവാനും, അങ്ങനെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീരുവാനും അവർക്ക് ശക്തി പകർന്നത് ഈ ലഹരിയാണ്. വചനം പറയുന്നു, സദൃശ്യവാക്യങ്ങളിൽ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും ആ വഴി വിട്ടുമാറുകയില്ല. വീണ്ടും സഭാപ്രസംഗി പറയുന്നു, ചീത്ത ദിവസങ്ങളും കാലങ്ങളും വരുന്നതിന് മുമ്പ് നിൻ്റെ യൗവനകാലത്ത് തന്നെ നീ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദൈവഭയമില്ലാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ, അധ്യാപകരെ ബഹുമാനിക്കാതെ ഒരു പുതിയ തലമുറ മദ്യലഹരിയിൽ പാടെ നശിച്ചു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാ ലഹരിയിലായിരിക്കുന്ന നമ്മുടെ മക്കൾ, അവർക്ക് നമ്മുടെ ദേശത്തിനും ഒരു കാവൽക്കാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.